ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത് രാജീവ് ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ നിധി എന്നേക്കുമായി രാജീവും കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സുധീഷിന്റെയും സുഭാഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം രാജീവിന്റെ വീടിന്റെ പടി ഇറങ്ങുകയാണ്. കണ്ടു നിറഞ്ഞ ദേഷ്യത്തോടുകൂടി നിധി ഗേറ്റിന്റെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ പിന്നാലെ വരികയാണ് സുധീഷും സുഭാഷും അനിയന്മാരും. കണ്ടു നിറഞ്ഞ സുധീഷിന്റെ കയ്യിൽ പിടിച്ച നിധി പറയുന്നു, സോറി, നടന്ന എല്ലാത്തിനും ഒരു വിധത്തില് ഞാനും കാരണക്കാരിയാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, അവര് ചെയ്ത തെറ്റിന് നിധി എന്ത് ചെയ്തു? അത് വിട് നിധി. സുഭാഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും മുന്നിൽ കൈകൂപ്പി നിധി പറയുകയാണ്, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുകയാണ്, എന്താ മോളെ ഇത് ക്ഷമയൊക്കെ ചോദിക്കുന്നത്? അതൊന്നും വേണ്ട, കൈ താഴ്ത്തിയിട്. നിങ്ങളെ രണ്ടുപേരെയും സുരക്ഷിതമായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. വാ, ഇവിടെ അധികം നേരം നിൽക്കണ്ട, നമുക്ക് പോകാം. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, ഈ വീടിന്റെ വൈബേ ശരിയല്ല, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പോകാം മോളെ എന്ന് പറഞ്ഞ അവരെ എല്ലാരെയും കൂട്ടി സുഭാഷ് മുന്നോട്ട് നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് നീ എങ്ങോട്ടേക്ക് പോകുന്നതോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഒരു ചെറിയ ജോലി ബാക്കിയുണ്ട്, ഞാൻ അത് തീർത്തിട്ട് ഇപ്പൊ വരാം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് രാജീവും ഹേമയും അരുണും സാന്ദ്രയും എല്ലാം തകർന്നു നിൽക്കുകയാണ്. ഈ സമയം വളരെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി വന്ന സുധീഷ് അരുണിന്റെ അരികിലേക്ക് വന്ന് തിരിച്ചു നിർത്തി കാരണം മുഖ ചടിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. കവിളിൽ കൈവച്ച അരുൺ സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ, ഈ 2 ദിവസം കൊണ്ട് ഞാൻ എത്ര അടി വാങ്ങി, അതിൽ നിന്ന് ഒന്നെങ്കിലും നീ വാങ്ങണം. അങ്ങനെ സുധീഷ് വീണ്ടും അരുണിന്റെ കരണം മുഖ ചടിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ഉറക്കെ രാജീവ് എടാന്ന് വിളിക്കുകയാണ്. രാജീവിന്റെ നേരെ വിരൽ ചൂണ്ടി മിണ്ടരുതെന്ന് കൈകൊണ്ട് കാണിച്ച് സുധീഷ് അരുണിനോട് ചോദിക്കുന്നു, മുഖം മറച്ചു വന്ന് എന്നെ അടിച്ചത് നീയല്ലേടാ, അതിനാണ് ഈ അടിയെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും അരുണിന്റെ കരണം മുഖ ചടിക്കുകയാണ്. ഇത് കണ്ട് തടയാനാകാതെ നിൽക്കുകയാണ് എല്ലാവരും. വീണ്ടും അരുണിനെ തല്ലി പിടിച്ചു തെള്ളുകയാണ് സുധീഷ്. അരുൺ വീടാനായി തുടങ്ങുമ്പോൾ ഭയത്തോടുകൂടി അരുണിനെ നോക്കുകയാണ് സാന്ദ്രയും ഹേമയും. നീ ആരുടെ ദേഹത്താണ് കൈ വെക്കുന്നതെന്ന് ചോദിച്ച് രാജീവ് സുധീഷിനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ കൈ തടഞ്ഞ് സുധീഷ് പറയുന്നു, പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ട് വെറുതെ വിടുക, എന്നെ കൊണ്ട് ദേഹത്ത് കൈ വെപ്പിക്കരുത്. അങ്ങനെ സുധീഷ് രാജീവിനെ തടി മാറ്റുമ്പോൾ രാജീവേട്ടാന്ന് വിളിച്ച് ഹേമ രാജീവിന്റെ കൈയിലേക്ക് പിടിക്കുകയാണ്. അരികിലേക്ക് ഓടി വന്ന് സുധീഷിന്റെ ഷട്ടർ കുത്തിപ്പിടിച്ച് അരുൺ ചോദിക്കുന്നു, ആരുടെ ദേഹത്താണ് നീ കൈവെക്കുന്നത്? ദേഷ്യത്തോടുകൂടി സുധീഷ് വീണ്ടും അരുണിനെ തല്ലുകയാണ്. അരുണും വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുമ്പോൾ ഉറക്കെ അരുണെ എന്ന് വിളിക്കുകയാണ് രാജീവ്. ഇത് കേട്ട് അരുൺ തിരികെ നോക്കുമ്പോൾ രാജീവ് പറയുന്നു, വിട്. അരുൺ സുധീഷിന്റെ ഷട്ടിൽ നിന്നും കൈയെടുക്കുമ്പോൾ അരുണിന്റെ ഷട്ടിൽ നിന്നും കൈയെടുത്ത് സുധീഷ് പറയുന്നു, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ആളുകൾ എന്നെ കടത്തിക്കൊണ്ടുപോയ കാറ് വെളിയിലുണ്ട്, ആ വണ്ടി ഞാൻ എടുത്തോണ്ട് പോകുക. നിങ്ങൾക്ക് ആ വണ്ടി വേണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ആളെ അയച്ച് ഡ്രൈവറിനെ വെച്ച് എടുത്തോണ്ട് വാ. വരട്ടെ അമ്മായിച്ച. അളിയ പോട്ടെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടുകൂടി അരുണിന്റെ കവിളിൽ തട്ടി വിരൽ ചൂണ്ടി താക്കീത് കൊടുത്ത് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുകയാണ് രാജീവ്. തുടർന്ന് അരികിലേക്ക് വന്ന സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു, എവിടെ പോയതാടാ? വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയതാണോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഓ പിന്നെ, ഇനി അവരോട് വഴക്കുണ്ടാക്കാൻ എന്താ ഉള്ളത്? നമ്മൾ 5 പേരില്ലേ, വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിച്ചോ? അത് ശരിയാണല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, നമുക്കൊരു ടാക്സി പോകാം. അപ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്തിന്? എന്നെ കടത്തിക്കൊണ്ടു പോയവരുടെ കാറ് ദേ ഇവിടെയുണ്ട്, അതിന് പോകാം. കാറ് തിരിച്ചു വേണമെങ്കിൽ ആളെ വിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അതൊക്കെ എന്തിനാടാ? അതൊന്നും വേണ്ട, ഹരീഷ് പറഞ്ഞതുപോലെ നമുക്ക് ടാക്സി പോകാം. അപ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ പറയുന്നത് കേൾക്ക്, ടാക്സി പിടിച്ച് 4 പേർക്കേ പോകാൻ പറ്റൂ, നമ്മൾ 5 പേരുണ്ട്, നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാന്നേ. ആ വണ്ടിയിലെ പെട്രോൾ ഫുൾ ടാങ്കാ, ഫ്യൂവൽ ചെലവെങ്കിലും നമുക്ക് ലാഭമാവട്ടെ. അതൊന്നും വേണ്ടാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ സുധീഷ് പറയുന്നതാ ശരി. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? അവർക്ക് വണ്ടി വേണമെങ്കിൽ അവരാളെ വിട്ടെടുക്കട്ടെ. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, നിധി ഇപ്പോഴാ എന്നെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ വാന്നേ, നമുക്ക് ഈ വണ്ടി പോകാം. അങ്ങനെ അവർ ആ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുധീഷ് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണു നിറങ്ങി ആലോചിച്ച് ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ് നിധി. നികേഷ് ക്ഷീണത്തോടുകൂടി കണ്ണടച്ച് ചാരിക്കിടക്കുമ്പോൾ ഹരീഷിന്റെ കയ്യിലെ മുറിവിലേക്ക് നോക്കുകയാണ് സുഭാഷ്. എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുഭാഷ് ചോദിക്കുന്നു, എന്തുപറ്റി? ആരും ഒന്നും സംസാരിക്കാതെ മൗനമായിട്ടിരിക്കുന്നത്? അപ്പോൾ നികേഷ് പറയുകയാണ്, രാത്രി ഒന്നും ഉറങ്ങിയില്ലല്ലോ സുഭാഷ് ഏട്ടാ, അതാ കണ്ണടച്ച് കിടന്നത്. നിധി മോളെ, നീ എന്താ ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട്
കേട്ടുകൊണ്ട് നിധി പറയുകയാണ്, സോറി സുഭാഷ് ഏട്ടാ. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? എത്ര തവണയാ സോറി പറയുക? നീ അത് വിട്. നിധി പറയുന്നു, സുധീഷേ, ഹരീഷ്, നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ സോറി പറയുക. ഞാൻ കാരണമല്ലേ നിങ്ങൾ ഈ തല്ലെല്ലാം കൊണ്ടത്. എന്റെ അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. നിങ്ങളുടെ ദേഹത്തെ മുറിവ് കാണുമ്പോൾ ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചതെന്നോർത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിധി പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിധി മോളെ, എന്താ ഇത്? കരയാതെ. സുധീഷ് പറയടാ. അപ്പോൾ സുധീഷ് ചോദിക്കണ്ടേ, എന്താ നിധി ഇത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? അങ്ങനെ സുധീഷ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ കരയാതെ. അപ്പോൾ നിധി പറയുകയാണ്, നമുക്ക് പോകുന്ന വഴിയിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കയറിയാലോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതൊന്നും വേണ്ട നിധി. ഒരു ദിവസം കഴിയുമ്പോൾ ഈ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങും. എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് വിട്. അപ്പോൾ നിധി പറയുന്നു, ഇങ്ങനെയൊക്കെ ഒരു വീട്ടിലുള്ളവര് ചിന്തിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നു? ഇപ്പൊ ആലോചിക്കുമ്പോ പോലും നടന്നതെല്ലാം സ്വപ്നം പോലെയുണ്ട്. സുധീഷിന്റെ കയ്യിൽ പണവും ആഭരണങ്ങളും കൊടുത്ത് വഴിയിൽ ഗുണ്ടകളെ സെറ്റാക്കി പണവും ആഭരണവും എടുപ്പിച്ച് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. പണവും ആഭരണങ്ങളും മോഷ്ടിച്ചത് സുധീഷ് ആണെന്ന് അവര് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എന്റെ തല ചുറ്റുവാ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, അത് വിടും മോളെ. മോളുടെ അച്ഛൻ മനസ്സ് മാറി വന്നതാണെന്ന് നമ്മൾ വിശ്വസിച്ചു. അതാണ് നമ്മുടെ ഭാഗത്തെ തെറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാനാ? അപ്പോൾ സുധീഷ് പറയുകയാണ്, എനിക്കറിയാമായിരുന്നു നിധിയുടെ അച്ഛൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. നിധിയും എന്നെയും 7 ദിവസത്തിനുള്ളിൽ പിരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് എന്നെയും നിധിയെയും കൂട്ടി നിധിയുടെ അച്ഛൻ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നിധി പറയുകയാണ്, വീണ്ടും വീണ്ടും പറയുകയാണെന്ന് വിചാരിക്കണ്ട. നടന്ന എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ എന്റെ ദേഷ്യം കൂടുവാ. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സോറി. അങ്ങനെ കൈകൂപ്പി കരയുകയാണ് നിധി. എന്താ നിധി ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, നിധി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവര് ചെയ്ത തെറ്റിന് നിധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി അത് വീട് ഏട്ടത്തി. ഏട്ടത്തിയും അവിടെ പോയി ഒരുപാട് വിഷമിച്ചില്ലേ? അതിനെക്കുറിച്ച് ഇനി ആലോചിക്കണ്ട. സംശയത്തോടുകൂടി നിധി ചോദിക്കുന്നു, തക്കലയിലേക്ക് സുധീഷിനെ അന്വേഷിച്ചു വരണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ഹരീഷ പറഞ്ഞത് പോയേ പറ്റൂന്ന്. ഭാഗ്യം കൊണ്ട് അവൻ അങ്ങനെ തോന്നിയത്. ഇല്ലെങ്കിൽ സുധീഷിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, ഹരീഷിന് എന്തുകൊണ്ടാ തോന്നിയത്? ഹരീഷിനോട് ഞാൻ നിധിയുടെ അച്ഛൻ എന്നെ വെല്ലുവിളിച്ച കഥയൊക്കെ പറഞ്ഞിരുന്നു. അതാ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. അവർ ഒരുപാട് അടിച്ചുവെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്തൊരു ചോദ്യമാ നിധി ഇത്? അടി എന്ന് പറഞ്ഞാൽ എന്തോ അടിയായിരുന്നു. അവരുടെ കൈയുടെ തരിപ്പ് തീരുന്നത് വരെ അടിക്കുകയായിരുന്നു. നിധി കണ്ടു നിറഞ്ഞ് സോറി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എന്നോട് സോറി പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നിധി ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ദേഷ്യത്തോടുകൂടി നിധി പറയുകയാണ്, എന്റെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുക. അവരിങ്ങനത്തെ ആളുകളാണല്ലോ എന്നോർക്കുമ്പോൾ ഭയവും. അവൾ സുഭാഷ് പറയുന്നു, അത് വിടും മോളെ. നടന്നതെല്ലാം നടന്നു. ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. മോള് റെസ്റ്റ് എടുക്ക്. സുധീഷെ, നീ നന്നായിട്ട് ഉറങ്ങിക്കാണില്ല. നീ പിന്നിൽ വന്നിരിക്ക്. ഹരീഷെ, നീ പോയി വണ്ടി ഓടിക്ക്. ഹരീഷേട്ടൻ ഓക്കെ ആണോന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, എനിക്കൊരു കുഴപ്പമില്ലടാ. അവൾ സുധീഷ് പറയുകയാണ്, നിധിയും പിന്നിൽ വന്ന് റെസ്റ്റ് എടുക്ക്. നികേഷ്, നീ ഇടയ്ക്ക് വെച്ച് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ മുന്നിൽ വന്നിരിക്കുന്നോ? ഇത് കേട്ട് സുഭാഷും ഹരീഷും നികേഷും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷും നിധിയും കാറിൽ നിന്നും ഇറങ്ങി പിന്നിലേക്ക് കയറുകയാണ്. ഹരീഷ് ഡ്രൈവ് ചെയ്യുമ്പോൾ നികേഷ് ഫ്രണ്ട് സീറ്റിലിരുന്ന് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് അവർ കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. പുറത്തു കിടക്കുന്ന ഭാസ്കരൻ അവരെ ശ്രദ്ധിക്കുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയ സുധീഷ് ഡോർ അടയ്ക്കുകയാണ്. ഡോറ് സുധീഷിന്റെ കയ്യിൽ കൊള്ളുമ്പോൾ വേദന കൊണ്ട് കരയുകയാണ് സുധീഷ്. ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, എന്തു പറ്റി സുധീഷ്? വേദനിക്കുന്നുണ്ടോ? ഒന്നുമില്ല, നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് സുധീഷ് നിധിയെയും കൂട്ടി മുന്നോട്ട് നടക്കുമ്പോൾ പിന്നാലെ പോവുകയാണ് സുഭാഷും ഹരീഷും നികേഷും. എഴുന്നേറ്റിരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങൾ എത്തിയോ? ഇത് കേട്ട് എല്ലാവരും ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ ബെഡിലേക്ക് തന്നെ കിടക്കുന്നു. അകത്തേക്ക് കയറി വന്ന നികേഷ് പറയുകയാണ്, എത്ര വലിയ പ്രശ്നത്തിൽ നിന്നാ സുധീഷ് ഏട്ടൻ തിരിച്ചു വന്നത്? അതിനെപ്പറ്റി ഒരു വാക്കെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. ആരെ പറ്റിയാ നീ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, പുറത്തൊരാൾ ഇരിപ്പില്ലേ, അയാളെ പറ്റിയാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അയാളെ നീ ആദ്യമായിട്ട് കാണുകയൊന്നും അല്ലല്ലോ. അയാൾ നമ്മളെ പറ്റി ഓർത്ത് എന്നാ വിഷമിച്ചിട്ടുള്ളത്? നീ എന്തിനാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ നികേഷ് പറയുന്നു, എന്നാലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പോലും കാണാത്ത ഭാവത്തിലിരിക്കുന്നത് കുറച്ച് ഓവറാണ്. അപ്പോൾ നിധി പറയുകയാണ്, നികേഷ് നീ അത് വിടടാ. സുഭാഷ് ഏട്ടാ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി വാഷ്റൂമിലേക്ക് പോവുകയാണ്. നികേഷ് ഇത് കുടിക്കെന്ന് പറഞ്ഞ് നികേഷിന് വെള്ളം കൊടുക്കുകയാണ് സുഭാഷ്. വെള്ളം കുടിച്ച് നികേഷ് ക്ഷീണത്തോട് കൂടിയിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, സുധീഷ്, ഹരീഷ്, നിങ്ങൾ വെള്ളം എടുത്ത് കുടിക്കുക. അവർ പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ. ഭഗവാന്റെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് സുഭാഷ്. ഭഗവാനെ, നടക്കാൻ പാടില്ലാത്തതൊക്കെയാ നടന്നത്. ആർക്കും ഒരു ആപത്തും ഉണ്ടാകാതെ തിരിച്ചു കിട്ടി. ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ. നിധി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ പക്ക ക്രിമിനലാ സുധീഷ് ഏട്ടന്റെ അമ്മായിയച്ഛൻ. അപ്പോൾ സുധീഷ് പറയുകയാണ്, അതേടാ, നിധി ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ അയാൾക്ക് ഒരു ദിവസം ഞാൻ മറുപടി കൊടുക്കും. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറയണ്ടേ. അപ്പോൾ സുഭാഷ് പറയുകയാണ്,
പറയുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് സുധീഷെ, നിധിയുടെ വീട്ടിലുള്ള എല്ലാവരും നീ ചതിച്ചു, സ്വർണവും പണവും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും നിധി മാത്രം അത് വിശ്വസിച്ചില്ല. സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊരു വലിയ കാര്യമല്ലേ? ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ അവിടേക്ക് വന്ന നിധി ചോദിക്കുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ എന്റെ പേര് പറയുന്നതൊക്കെ കേട്ടു? സുഭാഷ് പറയുന്നു, അതല്ല മോളെ, മോളുടെ വീട്ടിൽ എല്ലാവരും സുധീഷാണ് മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ മോൾ അത് വിശ്വസിച്ചില്ലല്ലോ, അതിനെപ്പറ്റിയാ ഞങ്ങൾ പറഞ്ഞത്. സുധീഷ് ചോദിക്കുന്നു, നിധിയുടെ വീട്ടിലുള്ള എല്ലാവരും ഞാനാണ് സ്വർണവും പണവും മോഷ്ടിച്ചതെന്ന് പറഞ്ഞപ്പോൾ നിധിക്ക് അങ്ങനെ തോന്നിയില്ലേ? അപ്പോൾ നിധി ചോദിക്കുകയാണ്, എനിക്ക് എങ്ങനെ അങ്ങനെ തോന്നുക? സുധീഷ് അങ്ങനെയുള്ള ഒരാളല്ലെന്ന് എനിക്കറിയാലോ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും സുഭാഷും. അപ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ അത്രയ്ക്ക് നല്ലവരൊന്നും അല്ലല്ലോ. സുധീഷ് ഏട്ടനെ എങ്ങനെ വിശ്വസിച്ചു? ഞാൻ പോലും ഒരു സെക്കൻഡ് സുധീഷ് ഏട്ടൻ അത് മോഷ്ടിച്ചോണ്ട് പോയതാണോ എന്ന് ആലോചിച്ചു. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് ഏടാന്ന് വിളിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, ചുമ്മാ പറഞ്ഞതല്ലേ സുധീഷ് ഏട്ടാ. നികേഷ് പുഞ്ചിരിച്ച എല്ലാവരെയും നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നിധി. അപ്പോൾ നിധി പറയുകയാണ്, സുധീഷിനെ മാത്രമല്ല ഞാൻ അവരെയും വിശ്വസിച്ചു. ശരിക്കും അരുണേട്ടന്റെ കാല് വയ്യാതിരിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. അരുണേട്ടന്റെ കാല് വയ്യാത്തതുകൊണ്ടാണ് സുധീഷിനോട് അവര് പോകാൻ പറഞ്ഞതെന്നും ഞാൻ വിചാരിച്ചു. സുധീഷ് പറയുകയാണ്, ഞാൻ അവരെ പോലെ ചതിച്ചില്ലല്ലോ. പുഞ്ചിരിച്ച നിധി പറയുന്നു, സുധീഷ് എന്നെ ചതിച്ചില്ല, സുധീഷിന്റെ ഭാഗത്തായിരുന്നു ന്യായം. അങ്ങനെ നിധി അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ ഞാൻ വേറെ വെള്ളം എടുത്തോണ്ട് വരാം, അത് നികേഷ് കുടിച്ചതിന്റെ ബാക്കിയാ. അപ്പോൾ നിധി പറയുകയാണ്, അതിനെന്താ സുഭാഷ് ഏട്ടാ, അതിനൊക്കെ എന്താ ഉള്ളതെന്ന് പറഞ്ഞ് നിധി ആ വെള്ളം കുടിക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച നിധിയെ നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ പണവും സ്വർണവും ഒക്കെ ഒരുപാട് തന്നു വിട്ടായിരുന്നു? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതേടാ ഒരു ബാഗ് നിറയെ പണവും സ്വർണവും എല്ലാം തന്നു വിട്ടു. എന്നെ വിശ്വസിച്ച് അത്രയൊക്കെ തന്നു വിട്ടപ്പോൾ എന്തോ അർജന്റ് കാര്യമായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുക അതൊന്നും ഗോൾഡ് അല്ലായിരുന്നു എന്ന്. അപ്പോൾ നിധി പറയുകയാണ്, അതെല്ലാം ഒറിജിനൽ ഗോൾഡ് തന്നെയായിരുന്നു സുധീഷ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കൈമാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ആ വീട്ടിൽ താമസിച്ചിട്ട് പോലും ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുകയാണ്, അപ്പോ അതിലുള്ളതെല്ലാം ഗോൾഡ് ആയിരുന്നു എന്നാ പറയുന്നത്? അതെ, ഗോൾഡ് തന്നെയായിരുന്നു സുധീഷ് എന്ന് നിധി പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് സുധീഷ് പറയുകയാണ്, ഞാൻ ഒരു നിമിഷം ഭയന്നുപോയി. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, അതെന്താ പറയാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ വന്ന് എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്നും 2 ഗോൾഡ് കോയിൻ എടുത്ത് കാണിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ ഇത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, അത് ബാഗ് എടുത്തോണ്ട് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് മോഷ്ടിച്ചതാ. ഹരീഷും നികേഷും കണ്ണു തള്ളി മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കി. ഒരു ബോക്സില് ഗോൾഡ് കോയിൻ നിറയുണ്ടായിരുന്നു. അവരെന്നെ ഒരുപാട് അപമാനിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ 2 ഗോൾഡ് കോയിൻ എടുത്തു. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ ടെൻഷനോട് കൂടി സുധീഷ് പറയുന്നു, നിധി എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്നെ എന്തോരം ഇൻസൾട്ട് ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ അത്രയും പണത്തിൽ നിന്നും സ്വർണത്തിൽ നിന്നും ഞാൻ ഇത്രയല്ലേ എടുത്തുള്ളൂ. ഇത് കേട്ട് ഹരീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷ് ഏട്ടന്റെ ജീവിതം ആരും നശിപ്പിക്കേണ്ട, സുധീഷ് ഏട്ടൻ തന്നെ നശിപ്പിച്ചോളും. ദേഷ്യത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് എന്ത് ശീലമാടാ ഇത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ എന്തടി വാങ്ങിയെന്നറിയുമോ? അവരെന്നെ എന്ത് അപമാനിച്ചു. കെട്ടിയിട്ട് അവർക്ക് ബോറടിക്കുമ്പോഴൊക്കെ എന്നെ അടിച്ചു, രാത്രിയിലും പകലിലും അടി വാങ്ങി. മെഡിക്കൽ എക്സ്പെൻസിന് കാശ് വേണ്ടേ സുഭാഷ് ഏട്ടാ? ഇതിന്റെ മെഡിക്കൽ എക്സ്പെൻസ് ആണ് സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് എടാന്ന് വിളിച്ച് സുഭാഷ് നിധിയെ നോക്കുമ്പോൾ സുധീഷിനെ നോക്കി പുഞ്ചിരിക്കുകയാണ് നിധി. സുധീഷും ഹരീഷും നികേഷും പുഞ്ചിരിച്ച നിധിയെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഒന്ന് വെറുതെ എന്ന് എന്റെ ഷർട്ട് ഊരി നോക്കിയാലേ അറിയുള്ളൂ എത്ര അടി വാങ്ങിയെന്ന്. അതിന് പകരമായി ഞാൻ ഇതുപോലും എടുക്കാൻ പാടില്ലേ? അപ്പൊ സുഭാഷ് ചോദിക്കുകയാണ്, അതിനുവേണ്ടി ഇങ്ങനെയാണോ വേണ്ടത്? പുഞ്ചിരിച്ച നിധി പറയുന്നു, അത് വിട് സുഭാഷ് ഏട്ടാ, സുധീഷ് ഇത് എടുത്തില്ലെങ്കിലായിരുന്നു എനിക്ക് വിഷമം. അത്രയ്ക്ക് അടി വാങ്ങിയിട്ടുണ്ട് സുധീഷ്. ന്യായം നോക്കിയാൽ അവരല്ലേ സുധീഷിന്റെ ട്രീറ്റ്മെന്റിനുള്ള കാശ് ചിലവാക്കേണ്ടത്, അവര് കൊടുത്തില്ല, അതുകൊണ്ടാ സുധീഷ് എടുത്തത്. അത്രേ ഉള്ളൂ, വിട്ടേക്ക്. ഇത് കേട്ട് ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ദേഷ്യപ്പെട്ട് ബഹളം വെക്കുമെന്നാ വിചാരിച്ചത്. എന്റെ നിധി ഇപ്പം എന്നെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. മടിയോടുകൂടി നിധി പറയുകയാണ്, പിന്നെ ഞാനും ഒരു കാര്യം എടുത്തോണ്ട് വന്നു. വിശ്വസിക്കാനാകാതെ കണ്ണു തള്ളി ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തിയോ? എല്ലാവരും അമ്പരന്ന നിധിയെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്തെങ്കിലും വലുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, സോറി. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, എന്റെ ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് എല്ലാം എടുത്തോണ്ട് വന്നു. അങ്ങനെ പേഴ്സിൽ നിന്നും അതെല്ലാം എടുത്തു കാണിക്കുകയാണ് നിധി. എല്ലാവരും സന്തോഷത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കൈകൊട്ടുകയാണ് നികേഷ്. അപ്പോൾ നിധി പറയുകയാണ്, ഇത് തരില്ല എന്ന് പറഞ്ഞല്ലേ അവര് പ്രശ്നം ഉണ്ടാക്കിയത്, ആരും അറിയാതെ ഞാനിങ്ങ് എടുത്തോണ്ട് പോന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സൂപ്പർ നിധി. എല്ലാവരും ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുകയാണ്. തുടർന്ന് രാത്രി നികേഷ് പുറത്തിരുന്ന് പഠിക്കുമ്പോൾ അവിടേക്ക് വന്ന രാജീവിനെ കൊണ്ട് പറയുന്നു, കാറിന്റെ കീ വേണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞ നികേഷ് അകത്തേക്ക് പോയി സുധീഷിനെയും നിധിയെയും വിളിക്കുകയാണ്. എന്താ നികേഷ് എന്ന് ചോദിച്ചാൽ അവരവിടേക്ക് വരുമ്പോൾ നികേഷ് പറയുന്നു, പുറത്തു വന്നിരിക്കുന്ന ആൾ കാറിന്റെ കീ ചോദിക്കുന്നു. ആരാടാ അതെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ നിധിയും നികേഷും പിന്നാലെ
പിന്നാലെ പോവുകയാണ്. സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ രാജീവിന്റെ ഗുണ്ടയാണ് കാർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അരികിലേക്ക് വന്ന സുധീഷിനോട് അയാൾ പറയുന്നു, അരുൺ സർ കാർ എടുത്തോണ്ട് ചെല്ലാനായി പറഞ്ഞു, കീ തരൂ. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണോ? ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് അധിക സമയം ആയില്ലല്ലോ, അതിനു മുമ്പേ വന്ന് കീ ചോദിക്കുന്നോടാ. പിന്നോട്ടേക്ക് മാറി അയാൾ പറയുന്നു, എന്നെ അടിക്കണ്ട, അരുൺ സർ കാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആവശ്യമില്ലാതെ എന്റെ ദേഹത്ത് കൈവെക്കല്ലേ. കൈവച്ച നീ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കാറിന്റെ കീയുമായി അവിടേക്ക് വന്ന നിധി പറയും, സുധീഷേ അവനെ വിട്ടേരെ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ നിൽക്കുന്നത്. കീ കൊടുത്തേക്കാന്ന് പറഞ്ഞ അയാളുടെ നേരെ കാറിന്റെ കീ എറിയുകയാണ് നിധി. ആ കീ എടുത്ത് കാറിന്റെ ചുറ്റും നടന്നു നോക്കുകയാണ് അയാൾ. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, എടാ ഇവിടെ വാ, നീ എന്താ നോക്കുന്നത്? കാറിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കും വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം, നിന്നെ പോലെ ആരുടെ ദേഹത്തും കൊണ്ടുപോയി കാർ ഇടിപ്പിക്കില്ല. അപ്പോൾ നിധി ചോദിക്കുകയാണ്, കാർ ഞങ്ങൾ തന്നെ എടുക്കുമെന്ന് കരുതി ഓണർ ഞങ്ങളുടെ പിന്നാലെ പറഞ്ഞു വിട്ടതാണോ? ഞങ്ങളാരും അവരെ പോലെ അല്ലെന്ന് ചെന്ന് പറ. ക്രിമിനൽ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചിന്തിക്കാനോ അറിയില്ലെന്ന് പറ. അങ്ങനെ നിധി ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, പോടാ. ഇത് കേട്ട് അയാൾ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. നിധി ദേഷ്യത്തോടു കൂടി അയാൾ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ സുധീഷും നികേഷും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുകയാണ്, കേട്ടില്ലേടാ നികേഷ്, നമ്മുടെ വീടിനെ സപ്പോർട്ട് ചെയ്ത് നിധി സംസാരിക്കുന്നത്. അവളിപ്പം നമ്മുടെ വീട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവളുടെ വീട്ടിലുള്ളവരെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയുമാണ്. ഞങ്ങൾ നല്ലവരാ, നിങ്ങളെ പോലെ അല്ലാതെ അവളുടെ വീട്ടിലുള്ളവരോട് പറയാൻ പറഞ്ഞു വിടുന്നു. ഇവളിപ്പോ എന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞ് നികേഷ് എന്ന് പറഞ്ഞ് സുധീഷ് കെട്ടിപ്പിടിച്ച് നികേഷിന് ഉമ്മ കൊടുക്കുകയാണ്. നിധി തിരിഞ്ഞു നോക്കുമ്പോൾ വേദന അഭിനയിച്ച് നിൽക്കുകയാണ് സുധീഷ്. ടെൻഷനോടുകൂടി അരികിലേക്ക് ഓടി വന്ന് നിധി ചോദിക്കുന്നു, എന്തു പറ്റി സുധീഷ്? നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, ഡോക്ടറെ കാണുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകണോ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അങ്ങനെയല്ല സുധീഷ്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ സുധീഷ് പറയുകയാണ്, സാരമില്ല നിധി, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം ശരിയാകും. കണ്ണു നിറങ്ങിയ നിധി പറയുന്നു, സോറി സുധീഷ്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ നിധി ഇത് സോറി ഒക്കെ പറഞ്ഞുകൊണ്ട്? നിധി പോയി ഉറങ്ങിക്കോ. ഇത് കേട്ട് നിധി അകത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നികേഷും. സുധീഷ് പറയുന്നു, നികേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്ക് വിഷമമായിരുന്നടാ, പക്ഷേ എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുക. അവളുടെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നികേഷ് പറയുകയാണ്, കല്യാണത്തിന് മുമ്പേ പ്രണയിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, പ്രണയിച്ച് കല്യാണം കഴിച്ചവരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ സുധീഷ് ചേട്ടൻ കല്യാണം കഴിച്ച് ഏതോ അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രണയിക്കുന്നത് പോലെ എത്തി വലങ്ങി നോക്കി പ്രണയിക്കുന്നത് കണ്ടില്ലേ? സുധീഷ് ചേട്ടൻ വേറെ ലെവലാ. അപ്പോൾ സുധീഷ് പറയുകയാണ്, എന്താടാ ചെയ്യുക, എന്റെ അവസ്ഥ അങ്ങനെ ആയി പോയില്ലേ? പ്രണയിക്കുന്നവൻ എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനെ വീട്ടിലുള്ളവർ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന്. പക്ഷെ എനിക്ക് ആ ടെൻഷൻ ഇല്ല. കുറച്ചുനാൾ മുമ്പേ വരെ എനിക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഭയമേ ഇല്ല. നിധിക്ക് എന്നെ ഇഷ്ടമാടാ. എപ്പോ അവള് നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്നൊക്കെ പറയാൻ തുടങ്ങിയോ, അപ്പോഴേ അവളുടെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം തുടങ്ങി. അത് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് സമയം എടുക്കും. നീ വേണമെങ്കിൽ നോക്കിക്കോ, പെട്ടെന്ന് തന്നെ നിധി എന്നെ സുധീഷ് ഏട്ടാന്ന് വിളിക്കും. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ അത് വേണ്ട, സുനന്ദ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചിട്ടാണ് തേച്ചിട്ട് പോയത്, അതുകൊണ്ട് ഈ ചേട്ടൻ വേണ്ട. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ? എങ്കിൽ സുധീഷ് മൈ ബേബി മൈ സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ അവളെ കൊണ്ട് വിളിപ്പിച്ച് കാണിക്കട്ടെ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നികേഷ്. സുധീഷ് സന്തോഷത്തോടു കൂടി നികേഷിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോകുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്